നമസ്കാരം. ഇന്ത്യ നൽകിയ 3 യുദ്ധവിമാനങ്ങൾ പറത്താൻ കഴിയുന്ന പൈലറ്റുമാർ മാലിദ്വീപിന്റെ സൈന്യത്തിലില്ല എന്ന് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുകയാണ് മാലിദ്വീപിന്റെ പ്രതിരോധ മന്ത്രിയായ ഗസാൻ മൗമൂൻ. മാലിദ്വീപിൽ നിന്നുള്ള ഇന്ത്യൻ സൈന്യത്തിന്റെ പിന്മാറ്റത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിനിടയിലാണ് മാധ്യമപ്രവർത്തകരോട് മന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിനിടയിലാണ് ഇന്ത്യ നൽകിയ 2 ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവും പറത്താൻ കഴിവുള്ള ആരും തന്നെ മാലിദ്വീപ് ദേശീയ പ്രതിരോധ സേനയിൽ ഇല്ല എന്ന് മന്ത്രി തുറന്നു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ സൈനികരുടെ നേതൃത്വത്തിൽ അവിടെ പരിശീലനം നൽകുന്നുണ്ടായിരുന്നു എങ്കിൽ പോലും ഈ പരിശീലനം പൂർത്തിയാക്കാൻ പല സൈനികർക്കും കഴിഞ്ഞിരുന്നില്ല. നമുക്കറിയാം, മാലിദ്വീപിലുള്ള സൈന്യത്തിന് പരിശീലനം നൽകുന്നതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ത്യൻ സൈനികർ അവിടേക്ക് എത്തിയിട്ടുള്ളത്. മുൻ പ്രസിഡന്റുമാരായ മുഹമ്മദ് നഷീദ്, അബ്ദുള്ള യമീൻ എന്നിവരുടെ കാലഘട്ടത്തിലാണ് ഇന്ത്യ മാലിദ്വീപിന് ഹെലികോപ്റ്ററുകൾ നൽകിയിരുന്നത്. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം മുഹമ്മദ് സോഹിലിന്റെ കാലത്താണ് ഡോർണിയർ യുദ്ധവിമാനം ഇന്ത്യ മാലിദ്വീപിന് നൽകുന്നത്. എന്തായാലും ചൈനീസ് അനുകൂലിയായ മുഹമ്മദ് മൊയ്സു മാലിദ്വീപ് പ്രസിഡന്റായി അധികാരത്തിലേറിയതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത്. മെയ് 10-നകം 76 ഇന്ത്യൻ സൈനികർ മാലിദ്വീപ് വിടണം എന്നായിരുന്നു മുഹമ്മദ് മൊയ്സുവിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ഇന്ത്യൻ സൈനികർ മാലിദ്വീപിന്റെ പടിയിറങ്ങി എങ്കിൽ പോലും അവിടെ ഇപ്പോഴും വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.